അധികാരത്തിലേക്ക് തിരിച്ചെത്താനായില്ലെങ്കിലും കോൺഗ്രസിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നൽകുന്നത് വലിയ ആശ്വാസമാണ്. പരിഹാസങ്ങളെയും പരിമിതികളെയും മറികടന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സുപ്രധാന ഭാഗമാകുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് സുപ്രധാന സ്ഥാനം വഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യമാകാനും ഇന്ത്യ ബ്ലോക്കിന് ഇനി കഴിയും. തോറ്റു പോകുമായിരിക്കും, ഒരുപക്ഷെ ചെങ്കോട്ടയിലേക്കുള്ള വഴിയിൽ ഇടറി വീണെന്നുമിരിക്കാം. പക്ഷേ കാവ്യപ്പടയുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നിയിട്ടുണ്ട്. പതറാത്ത പാടവും ചിതറാത്ത മനസ്സുമായി ഒരു 53കാരൻ നടന്നു പോയ വഴികളിൽ ബാക്കിയായ അടയാള കല്ലുകളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നിറമുള്ള കാഴ്ച. നിരാശയുടെയും തകർച്ചയുടെയും നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താണ കോൺഗ്രസിനെ പിടിച്ചുയർത്തിയ രാജകുമാരൻ. 2024 ജൂൺ 4 ഒരു വലിയ ഓട്ടം കഴിഞ്ഞ ദീർഘനിശ്വാസത്തോടെയാണ് ഈ ദിവസത്തെ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികൾ മറികടന്നത്. അവസാന നിമിഷവും ചെങ്കോലും കിരീടവും കയ്യിലെത്താതിരുന്നിട്ടും രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് വലിയ ഒരു ജനസമൂഹത്തിന് പ്രതീക്ഷ പകർന്ന ദിവസം. രാജ്യത്ത് വർഗീയ വിഷം തുപ്പുന്ന എതിരാളികൾക്കെതിരെ ഭരണഘടന ഉയർത്തി പോരാടി. കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും മുന്നിലൂടെയാണ് പതിറ്റാണ്ടുകൾ കോൺഗ്രസ് ഭരിച്ച പതാകയുമായി രാഹുൽ ഗാന്ധി നടന്നു നീങ്ങിയത്. വിദ്വേഷത്തിന്റെ മേൽ ചെറുപുഞ്ചിരി കൊണ്ട് ഒരുപറ്റം മതേതര വിശ്വാസികളെ കൂടെ കൂട്ടി സംഘപരിവാറിനും BJPക്കും ഒപ്പം അദ്ദേഹത്തെ പപ്പു എന്ന് ആക്ഷേപിച്ചവരുടെ കൂട്ടത്തിൽ ഇന്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയക്കാർ വരെ ഉണ്ടായിരുന്നു. 20 വർഷം മുൻപാണ് രാഹുൽ തന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത്. 10 വർഷം അധികാരത്തിൽ, 10 വർഷം പ്രതിപക്ഷത്ത്. ഓരോ വീഴ്ചയും വളർച്ചയും രാഹുൽ എന്ന നേതാവിനെ ശക്തനാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 2010 തകർന്നഴിഞ്ഞ കോൺഗ്രസിന്റെ നേതൃത്വ പദവി പാർട്ടിക്ക് മുന്നിൽ വെച്ചൊഴിഞ്ഞ അയാൾ സ്വയം കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞിട്ടും പാർട്ടിയുടെ പരാജയങ്ങളിലെല്ലാം രാഹുൽ പഴി കേട്ടുകൊണ്ടിരുന്നു. തലതാഴ്ത്തി അന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെട്ടില്ല. നഗ്നപാദങ്ങളുമായി തെരുവ് വീതികളിലൂടെ നടന്നു. കോൺഗ്രസ് എന്നാൽ രാഹുലായ കാലമായിരുന്നു അത്. 5 വർഷം പദവികളില്ലാതെ തന്നെ പാർട്ടിയെ നയിച്ചു. അസമത്വത്തിന്റെയും വർഗീയതയുടെയും ഫാസിസത്തിന്റെയും വരവിനെ ഓരോ വാക്കുകൊണ്ടും രാഹുൽ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ തുറന്നുകാട്ടി. എതിരാളികൾ അദ്ദേഹത്തിനെതിരെ മതം ചേർത്ത വിദ്വേഷം വിളമ്പി. അതുകൊണ്ടൊന്നും പക്ഷേ രാഹുലിന്റെ പോരാട്ടങ്ങൾ അവസാനിച്ചില്ല. കയറി ചെല്ലാവുന്നിടത്തൊക്കെ അദ്ദേഹം ഒറ്റയ്ക്ക് കയറി ചെന്നു. ആയുധങ്ങളില്ലാതെ വിഷം തുപ്പാതെ തന്റെ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു. ഒറ്റയ്ക്ക് വേട്ടയ്ക്കിറങ്ങാൻ പറ്റാത്തിടത്ത് കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഇടയ്ക്കൊന്നൊന്നിച്ചു. വലിയ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി. ചരിത്രത്തിൽ ആദ്യമായി 330 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചത് രാഹുലിന്റെ മാത്രം തീരുമാനമായിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ഉൾപ്പെടെ ഇന്ത്യയുടെ ഹൃദയത്തിൽ തൊടുവിധം പ്രചാരണ വിഷയങ്ങളെ മാറ്റിമറിച്ചു. പലവട്ടം മോദിയടക്കം പ്രചാരണം മാറ്റിമറിക്കാൻ ശ്രമിച്ചിട്ടും ഇന്ത്യ സഖ്യം കുലുങ്ങിയില്ല. പ്രചാരണത്തിന് ഇറങ്ങും മുമ്പേ രാഹുലിനെ ഇന്ത്യ കണ്ട തൊട്ടെറിഞ്ഞ ഒരു നിമിഷമുണ്ടായിരുന്നു. കലാപങ്ങൾ അതിരുകടന്ന പെണ്ണിന്റെ മാനത്തിന് വരെ വില പറഞ്ഞ മനുഷ്യനെ പച്ചയ്ക്ക് കത്തിക്കുന്ന മണിപ്പൂർ. തടയാൻ ഒരുപാട് പേർ ശ്രമിച്ചിട്ടും മണിപ്പൂരിന്റെ കണ്ണീരൊപ്പാൻ രാജ്യത്തിന്റെ രാജകുമാരൻ കയറി ചെന്നു. അവരെ കേട്ടു, ആശ്വസിപ്പിച്ചു. അപ്പോഴും ഓർക്കേണ്ടത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, 10 വർഷം ഭരിച്ച പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഒരറ്റത്ത് കേഴുന്ന ആ ജനതയെ കാണാനോ കേൾക്കാനോ തയ്യാറായില്ല. അമേഠിയിൽ തോറ്റ രാഹുലിന് ഹിന്ദു ഹൃദയഭൂമിയിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് BJP ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. വയനാട്ടിൽ മത്സരിച്ചപ്പോൾ സുരക്ഷിത മണ്ഡലം തേടി ഒളിച്ചു എന്ന് പരിഹസിച്ചു. അവർക്ക് മുമ്പിൽ 2ഇടത്തും നേടിയ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ് രാഹുലിന്റെ മറുപടി. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകില്ലെന്ന പ്രചാരണങ്ങളെ നടന്നു തോൽപ്പിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജം സമ്പാദിച്ചിരിക്കുന്നു രാഹുൽ. ജനകീയ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിലനിൽക്കാൻ ഇനിയും രാഹുൽ ഉണ്ടാകുമെന്നുറപ്പുള്ള ഒരു ജനതയുണ്ട് ഇന്ന് ഈ രാജ്യത്ത്. അതാണ് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും വലിയ സമ്പാദ്യം.